സിസ്റ്റർമാരാ പറഞ്ഞത്. ശ്യാമ വന്നോ, ശ്യാമ എവിടെ, ശ്യാമ എവിടെ നിൽക്കുന്നു, ശ്യാമയെ കാണണോന്നൊക്കെ പറഞ്ഞു. ശ്യാമയുടെ അത്രയ്ക്ക് ഇഷ്ടമാണോ? സത്യം പറയാം, എനിക്ക് ശ്യാമയോട് അത്രയ്ക്കൊരു പക്ഷേ ശ്യാമയെ എന്റെ കിടക്കക്കരിയിൽ ഞാൻ കണ്ടതാ. ശ്യാമ ഇവിടെ ഉണ്ടല്ലേ? മറഞ്ഞു നിൽക്കുകയാണോ? ശ്യാമ വരും. അമ്പലത്തിൽ പൂജിച്ച പ്രസാദമായിട്ട് ശ്യാമ വരും. വന്ന് തന്റെ നെറ്റിയില പ്രസാദം തൊടിയിക്കുകയും ചെയ്യും. അതോടെ തനിക്ക് ശ്യാമയെ പൂർണ്ണമായി മനസ്സിലാവും. അമ്മേ, ഇത് ശ്യാമയെ വിളിക്കുന്നേ. അമൃതേ, ഞാൻ സംസാരിക്കാം. ഏയ് വേണ്ട, വസുന്ധര സ്ട്രെയിൻ എടുക്കണ്ട. എന്നാ മോള് സംസാരിച്ചോ. ആ ശരി. ആ ശ്യാമേ, മോളെ നീ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നോ? ആ വന്നു. എടുത്തേ അമ്മ ഏത് ഹോസ്പിറ്റലിലാ? ഇവിടെ SR ഹോസ്പിറ്റലിലാ. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട് മോളെ. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാം. ഇനി നീ വരണ്ട മോളെ. അമ്മയെ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളിപ്പോ അങ്ങോട്ട് വരിക. ആണോ? എപ്പോ? ഉടനെ തന്നെ. ബില്ലടയ്ക്കേണ്ട താമസേ ഉള്ളൂ. ആ ശരി എടുത്തേ. അമൃതടുത്തി, ശ്യാമ എന്തു പറഞ്ഞു? കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. ഒക്കെ വീട്ടിൽ ചെന്നിട്ടാകാന്ന് കരുതി. എന്തായാലും ശ്യാമയുടെ പ്രാർത്ഥനയുടെ ഫലവും കൂടിയായിരിക്കും ഇത്ര പെട്ടെന്ന് ഭേദമായത്. അച്ഛാ, അമ്മേ, നമുക്ക് ഇറങ്ങാം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക്സ്. ശരി ഡോക്ടർ. ശരി. നിങ്ങളുടെ രണ്ടാളുടെയും പിണക്കമൊക്കെ മാറിയല്ലോ അല്ലേ? അയ്യോ, അതിനും ഇവിടെ ആരാ പിണങ്ങിയേ? ഏട്ടാ, ഏട്ടാ, ഏട്ടൻ എന്നോട് എന്തെങ്കിലും പിണക്കുണ്ടോ? എടാ, അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതാ ഇപ്പൊ മാറ്റി കൊടുക്കാം. പിന്നെ അല്ലാതെ. ഇപ്പോഴാ വസു? അമ്മ വാ, നമുക്ക് പോ. മെല്ലെ ഇറങ്ങ. ശരിപ്പെട്ടു. നീ എന്താടി ഒരുമാതിരി ചിന്താവിഷ്ടയായ കോമളെ പോലെ ഇരിക്കുന്നത്? കോമളയോ? ആ, കോമള. ശ്യാമളെന്ന് പറഞ്ഞാ നീ അങ്ങ് വലിയ ആളായി പോവില്ലേ? എന്റെ പൊന്ന ഐശ്വര്യടുത്തി, എനിക്കങ്ങനെ വലിയ ആളൊന്നും ആവണ്ട. നിന്നെ അങ്ങനെ വലിയ ആളാവാൻ ഞാൻ സമ്മതിക്കേയില്ല. ഇവിടെ കിടന്ന് എന്റെ അമ്മ പറഞ്ഞ് മോങ്ങുന്നുണ്ടായിരുന്നല്ലോ. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കാണാൻ പോയില്ലേ നീ? അമ്മ ആശുപത്രിയിൽ നിന്ന് വന്നോ? അമ്മ വന്നിട്ട് എത്ര നേരമായി? ദൈവമേ, അയ്യോ. എന്തെങ്കിലും അമ്മേ, മരുന്ന് കഴിക്കാൻ സമയമായി. എന്നിട്ട് കിടക്കാം. പൂജയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിഞ്ഞോ മോളെ? കഴിഞ്ഞു ഏട്ടാ. എന്തായാലും ശ്യാമ ഒറ്റയ്ക്ക് പോകണ്ടായിരുന്നു. കാടിനകത്തുള്ള ക്ഷേത്രമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, സാരമില്ല. എവിടെയാണെങ്കിലും നിന്നെ ഈശ്വരൻ കാക്കും. ആ, നീ ചെന്ന് അമ്മയെ കാണും. ഏട്ടാ, അമൃതടുത്ത് എന്തേ? അവള് കിച്ചണിലുണ്ട്.
അമ്മേ. സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ പൂജകളൊക്കെ ചെയ്തോ ശ്യാമേ? ആ, എല്ലാ പൂജകളും ചെയ്തു അമ്മേ. അമ്മയ്ക്ക് എന്താ പറ്റേ? ഓ, ഒന്നുമില്ല. മക്കളെ പെറ്റു വളർത്തിയ ചില അമ്മമാർക്ക് പ്രത്യേകം കിട്ടുന്ന സമ്മാനങ്ങളാ ഇതൊക്കെ. ആ, അത് പോട്ടെ. ശ്യാമേ, അമ്മയുടെ അടുത്തുണ്ടായിരിക്കണം. ഞാൻ ഇപ്പോൾ വരാം. ശരി അമ്മേ. ശ്യാമേ, ഇരിക്കെ. എവിടെ പോയിരിക്കുകയാക്കി? ശ്യാമ എത്തിയ വിവരം എങ്ങനെ അവനൊന്ന് അറിയിക്കുക? അമ്മ, അഖിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മോളെ. അവനിങ്ങ വന്നോളൂ അമ്മ. ഞാൻ വന്നത് അമ്മയോട് ഒരു കാര്യം ചോദിക്കാനാ. എന്താ മോളെ? അല്ല, ആ ശ്യാമ വന്ന് കുറിയൊക്കെ ഇട്ട് തന്നപ്പോ അവളോട് അമ്മയൊന്നും പറഞ്ഞില്ലേ? ചിരിച്ചോണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടാ പോയെന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ. മോളെ, കുറച്ചു ദിവസമായി ഇവിടുത്തെ അവസ്ഥ മോൾക്കറിയാലോ. ഓരോ തർക്കവും ബഹളവും. അങ്ങനെ ഞാൻ ആശുപത്രിയിലായി. ശ്യാമ അമ്പലത്തിൽ പോയിട്ട് കാണാനില്ലായിരുന്നു. ഇപ്പൊ അഖിയും കാണുന്നില്ല. അതിന്റെയൊക്കെ ഒരു വേദന മനസ്സിൽ നിറഞ്ഞിരിക്കുക. ശ്യാമയോട് ഞാൻ കാണിച്ച അകൽച്ചയാണോ ഇതിനൊക്കെ പിന്നിലെന്നും എനിക്ക് സംശയമുണ്ട്. ശ്യാമയുടെ സങ്കടത്തിന്റെ ഫലമാണോന്ന്. പിന്നെ അവക്ക് എന്ത് സങ്കടം? ആശുപത്രിയിൽ വെച്ച് ശ്യാമ എന്റെ അടുത്ത് വരുന്നതായൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ മയങ്ങിക്കിടക്കുമ്പോ. സ്വപ്നം കണ്ടതാണോ അമ്മ ഇത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞത്? സ്വപ്നം ഈ ലോകത്ത് എല്ലാരും കാണുന്നതല്ലേ അമ്മേ? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല മോളെ. എന്റെ മോൻ അഖി ശ്യാമയെ അന്വേഷിച്ചലയ്യ. ആദ്യം അവര് തമ്മിൽ ഒന്നിക്കട്ടെ. ശ്യാമ വന്ന വിവരം പറയാൻ അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ആദ്യം അവനെ ഇങ്ങോട്ട് വന്നോട്ടെ. ഓ, അങ്ങനെ ആയിക്കോട്ടെ അമ്മ. എന്റെ ദേവ, എന്റെ അഖിൽ സാറിന്റെ ക്ഷേമത്തിനും സന്തോഷത്തിനുമായിട്ടാ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ പൂജകളൊക്കെ ഞാൻ ചെയ്യാൻ പോയത്. അമ്മയുടെ നെറ്റിയിൽ ഞാൻ പ്രസാദം തൊടിയിച്ചപ്പോ അമ്മ പ്രസാദം സന്തോഷത്തോടെ സ്വീകരിച്ചു, എന്നെ ആശീർവദിച്ചു. അമ്മയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഭഗവാനെ. പക്ഷെ എന്റെ അഖിൽ സാറിപ്പോ എവിടെ എന്റെ കൃഷ്ണ? അഖിൽ സാറ് വിദേശത്തു നിന്ന് വന്ന് എന്നെ കാണാതെ അലയോ? എന്നെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന അഖിൽ സാറിനോട് ഒരു വാക്ക് പോലും പറയാതെയാ ഞാൻ പൂജയ്ക്കായി ഇറങ്ങി തിരിച്ചത്.
ഞാൻ അഖിൽ സാറിനോട് കാണിക്കുന്നത് നീതിയല്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭാര്യ എന്ന നിലയിൽ സാറിനോട് പൂർണ്ണമായിട്ട് നീതി കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടുമില്ല. അത് പക്ഷേ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ശപഥം കാരണം അത് നിനക്കറിയാലോ. കണ്ണാ, അഖിൽ സാർ ഇപ്പൊ എവിടെയോ? എത്രയും പെട്ടെന്ന് അഖിൽ സാറിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണേ കൃഷ്ണ. ശ്യാമേ, ശ്യാമേ, മോനെ അഖി, എന്താ? അഖി, ശ്യാമേ, അഖി, എന്താടാ? ശ്യാമേ, 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 ഞാൻ അറിഞ്ഞു. നീ ഇവിടെ വീട്ടിൽ വന്നത് ഞാൻ അറിഞ്ഞു. എന്നോട് കണ്ണം പറഞ്ഞു. കണ്ണനാ എന്നെ കാട്ടിൽ കൂടെ കൊണ്ടുപോയത്. മുൻപ് നീ പ്രാർത്ഥിച്ച കൃഷ്ണ വിഗ്രഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. തെന്മലയിലെ ആ മരച്ചുവട്ടിലെ കൃഷ്ണ വിഗ്രഹം. അവിടുന്ന് നിനക്കായിട്ട് കൊണ്ടുവന്ന കുങ്കുമം, അവിടുത്തെ പ്രസാദ. ഈ കുങ്കുമം നിന്റെ നെറ്റിയിലിട്ടാലേ വിഷമങ്ങൾ മാറുള്ളെന്ന് പറഞ്ഞു. ശ്യാമമോളെ, ശ്യാമയെ പോലൊരു ഭാര്യയെ കിട്ടിയ എന്റെ മകൻ ഭാഗ്യവാനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ മോളെ, അതേ ഭാഗ്യം നിനക്കുമുണ്ട്. അഖിലിനെ പോലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടി. അതൊരു മഹാഭാഗ്യമാണ്. കണ്ടാലറിയാം ഒരുപാട് അലഞ്ഞു തളർന്ന എന്റെ മോൻ വന്ന് കയറിയിരിക്കുന്നെന്ന്. അലഞ്ഞത് നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ. അന്ന് ആശുപത്രി വെച്ച് സത്യം ചെയ്തിട്ടാ എന്റെ മോൻ പോയത്. നിന്നെ കണ്ടുപിടിച്ചിട്ടേ തിരികെ വരുമെന്ന്. ഡാക്കി, നിന്നെ സമ്മതിച്ചിരിക്കുന്നടാ. നിന്റെ ആത്മാർത്ഥതയാ ശ്യാമ ഇത്രയും നേരത്തെ മടങ്ങിയെത്താൻ കാരണം.
ഇവർ പോയി വിശ്രമിക്കട്ടെ. മക്കളെ, നിങ്ങൾ മുറിയിലേക്ക് വെക്കൂ. മക്കളെ, ഒരു നിമിഷം. ചേർന്ന് നിൽക്ക്. വാ. ഇനി ചെന്നോ. വാ. സർ, എന്റെ പ്രാർത്ഥന പൂർത്തിയാക്കുന്നതിന് മുമ്പ് നീ എന്റെ സാറിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഓരോ പ്രാവശ്യവും നീ എന്നോട് കാണിക്കുന്ന കരുണയ്ക്ക് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? സർ, ഓടക്കുഴലിന്റെ ശബ്ദം സർ കേട്ടോ? അതെനിക്ക് തോന്നിയതാണോ? കണ്ണനെ കണ്ടത് മുതൽ പലവട്ടം ഞാൻ ഈ ശബ്ദം കേൾക്കുമായിരുന്നു. കണ്ണനോ? ഏത് കണ്ണനാണ് സർ? തന്നെ അന്വേഷിച്ച് അലയുന്നതിനിടയ്ക്ക് കണ്ടുമുട്ടിയ കുട്ടിയാ. ആ, തന്നെ അറിയാം. അമ്പലത്തിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്യാമേച്ചി എന്ന് നിന്നെ കുറിച്ച് പറയുന്ന കേട്ട തന്നെ അറിയാം. ഒരുപാട് കാലമായി നിന്നെ അടുത്തറിയാവുന്ന കുട്ടിയാണെന്ന്. എന്നെ അടുത്തറിയാവുന്ന കുട്ടിയോ? കണ്ണനോ? ഈ ശ്യാമേച്ചി എന്നൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു?